ശമ്പളം ചലഞ്ചിലെ മൂന്നാമത്തെ ദിവസമാണ്. എന്തൊക്കെ വർക്കാണ് എന്തൊക്കെ ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. പോയിട്ട് കണ്ടിട്ട് വാ. ഈ കാണുന്ന കൃഷി എടുത്തിട്ട് കുറച്ച് സ്ഥലത്തൊക്കെ വെള്ളം എത്തിക്കണം. അതായത് 3-4 പൈപ്പ് ഊറ്റി വയ്ക്കണം. ഇതാണ് ഞങ്ങളിവിടെ ചെറിയ വർക്കിനൊക്കെ വരുമ്പോഴത്തേക്ക് ഈ കൃഷിയിടങ്ങൾ ഞാൻ കാണാറുണ്ട്. ഒറ്റക്കൊടി മുതൽ വഴുതനങ്ങ, വെണ്ടയ്ക്ക, പയറ്, 2 തരം വെള്ളരിയൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്ത് വരുന്നത്. ഇവിടെ പാരമ്പര്യമായിട്ട് തുടർന്ന് വരുന്നൊരു കൃഷിയാണ് വെറ്റില കൃഷി. ഇവിടുത്തെ കൃഷിയുടെ പ്രത്യേകത ഇതാണ്. വെറ്റ കൃഷിയുടെ കീഴിലാണ് ഇതിൽ മുഴുവനും കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെറ്റ കൃഷിയെ കുറിച്ച് പറയാം. ഞങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് വെറ്റില കൃഷി. ഞങ്ങൾ കുടുംബത്തോടെ അച്ഛനും അമ്മയും ഒക്കെ അവരെ കുട്ടിക്കാലം മുതൽ തുടങ്ങിയ കൃഷിയാണ് വെറ്റില കൃഷി. അന്ന് നമ്മളെ ഈ നാട്ടുമ്പുറത്തെല്ലാം ധാരാളം വെറ്റില ഉണ്ടായിരുന്നു. ആ വെറ്റില എടുത്ത് മംഗലാപുരത്തും പോത്തങ്കോട്ടും കൊണ്ടുവന്ന് കൊടുത്താണ് അന്നത്തെ ബഹുഭൂരിപക്ഷം വരുന്ന വീട്ടിലും ദൈനംദിന ചിലവുകൾ നടത്തിയിരുന്നത്. പക്ഷേ ഇന്നത് അന്യം നിന്ന് പോകുന്നു. ഞാൻ അത് ഇന്നും വർഷങ്ങളായി കാത്തു സൂക്ഷിക്കുന്നു. ഈ വെറ്റില എന്ന് പറയുന്നത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഐശ്വര്യമാണ്. അത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് രോഗങ്ങളും കുറവാണ്. അതാണ് വെറ്റില. വെറ്റില ഒരു വലിയ ഔഷധമുള്ള ഇലയാണ്. അതാണ് കാർഷിക കുടുംബത്തിലാണ് നമ്മൾ ജനിച്ചത്. അന്ന് തൊട്ടേ കൃഷിയാണ് നമ്മുടെ ജോലി. കൃഷിയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം തരുന്ന ഒരു കാര്യം. കൃഷിയില്ലെങ്കിൽ ലോകത്ത് മനുഷ്യന് പോലും ജീവിക്കാൻ പറ്റില്ല. അത് ഇപ്പോഴത്തെ തലമുറ മനസ്സിലാക്കാത്തതാണ് കുഴപ്പം. നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് പച്ചക്കറി ഉണ്ടാക്കി കഴിക്കണം. എങ്കിൽ മാത്രമേ മനുഷ്യന് ആരോഗ്യം ഉണ്ടാവുള്ളൂ. എനിക്ക് 65 വയസ്സായി. ഇപ്പോഴും എനിക്കൊരു രോഗവുമില്ല. കാര്യം എന്തിനാണ്? നേരം നമ്മൾ തരിട്ടും നേരെ കൃഷി ചെയ്യണമെന്നാണ്. അത് നമ്മൾ മൊത്തത്തിൽ ആളുകളെല്ലാം പറഞ്ഞ് വരും തലമുറയെ മനസ്സിലാക്കണം. നമ്മൾ സ്വന്തമായി കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ, സന്തോഷം ഉണ്ടാവുള്ളൂ, നാട്ടിനും പുരോഗതി ഉണ്ടാവും. അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്തോഷം. നമ്മളിവിടെ വേങ്ങോട് ഇങ്ങനെയും കൃഷിയെ എന്ന് പറഞ്ഞ് ജീവനോടെ കഴിയണ ഒരുപാട് പേരുണ്ട്. അതിലൊരാളാണ് നമ്മളെ വാമദേവൻ മാമൻ. ഇതിനെപ്പറ്റി നമ്മൾ എന്തെങ്കിലും സംശയം ചോദിച്ചാലും മാമൻ പറയും. ഇതെല്ലാം മാമൻ എടുത്ത കൃഷിയാണ്. വെണ്ടയ്ക്ക, പാവയ്ക്ക, പയറ്, ചീര, എഴുതനങ്ങ, പടവലം തുടങ്ങിയ കൃഷിയാണ് ഇവിടെ മെയിനായിട്ട് ചെയ്തു വരുന്നത്. ഇവിടത്തെ കൂടെ ഒക്കെ നടക്കുമ്പം നമ്മളെ വെള്ളരിക്കൊക്കെ കണ്ടാ, ഞാനൊക്കെ വീട്ടിൽ വാങ്ങിക്കൊണ്ട് വരണതേ കണ്ടുള്ളൂ. കൃഷി ചെയ്യണമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വെള്ളരിയൊക്കെ കാറ്റ് മറിഞ്ഞ് ഈ കാണുന്നത് മൊത്തം വെള്ളരിയാണ്. നടന്നു പോണ വഴിയിലൊക്കെയാണ് കാച്ചിടക്കണം. ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ നമ്മൾ ചവിട്ടി പൊട്ടിച്ചെന്ന് പറയും. ഇനി കുറച്ച് പടവലങ്ങ കൃഷിയെക്കുറിച്ച് കാണിച്ചു. പടവലം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അടി 3 അടി വലിപ്പമുള്ള പടവലങ്ങളാണ് ഇവിടെ കൃഷി ചെയ്തേക്കുന്നത്. പടവലത്തിൻ്റെ ഹൈറ്റ് കണ്ടാ എൻ്റെ അത്ര ഉണ്ട്. നടൽ മാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് പടവലം വാങ്ങിക്കുകയും ചെയ്യാം. ഓണം കഴിഞ്ഞെന്ന് കരുതി ഈ പച്ചക്കറി കൃഷി ഒന്നും തീരണില്ല. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് വിളവെടുക്കേണ്ടതുണ്ട്. ഈ പാടത്തിലൊക്കെ ഇഷ്ടം പോലെ വെള്ളരി എന്ന് പറഞ്ഞാൽ പൂത്തും മറിഞ്ഞും കാച്ചിനും ഉപയോഗിക്കാത്ത പച്ചക്കറി കഴിക്കാൻ താല്പര്യമുള്ള ഉറപ്പായിട്ട് എൻ്റെ ഇതിൽ കമൻറ്റ് വേണ്ടവർക്ക് ഞാൻ നമ്പർ അയച്ചിരുന്നതായിരിക്കും. സ്ഥലം പറഞ്ഞാൽ വേങ്ങോട് മഞ്ചാടിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് വാമദേവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയാം പറഞ്ഞിരുന്നു. ഉച്ചയാണ് വർക്കുണ്ടായിരുന്നത്. ആകെ കിട്ടിയ ശമ്പളം 500 രൂപയും.